നമ്മുടെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. ഇതേതാ അ സ്ഥലം? ഇത് മൈസൂർ ടൗൺ ആണ്. മൈസൂർ ടൗണിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുക. അന്ന് നവരാത്രി എങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് ആ മൈസൂർ ടൗൺ മുഴുവനും ലൈറ്റപ്പ് ചെയ്ത് ഓ, നല്ല നല്ലൊരു രസമായിട്ടുണ്ട്. അവര് ആ ലൈറ്റപ്പ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? മരങ്ങൾക്കൊക്കെ ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചുറ്റി റൗണ്ട് ചെയ്തിട്ടൊക്കെയാണ് അവര് ചെയ്തേക്കുന്നത്. ഒരു നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് തൃശ്ശൂരൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ടൗണൊക്കെ. തൃശ്ശൂരും ആ. ട്രിവാൻഡ്രത്തൊക്കെ ചെയ്യുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്. മറ്റേ അതെ. നമ്മുടെ പക്ഷേ പാർക്കിന്റെ അവിടെ. അതിലും അതൊക്കെ ഒരു ലിമിറ്റഡ് സ്പേസിലാ ചെയ്യുന്നത്. ഇത് ഒരു നഗരം മുഴുവനും ഏകദേശം ലൈറ്റപ്പ് ചെയ്തിട്ടേക്കാ. നമ്മൾ കുറേ ദൂരം പോകുന്നുണ്ട്. കണ്ടില്ലേ? ഫുള്ള് ആ പള്ളി. സമയത്ത് കണ്ട. ഇത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ആണ്. യൂണിവേഴ്സിറ്റിയാണോ? കണ്ട് പള്ളിയെന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ അവിടെ അതൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഒക്കേഷനിൽ പോയതാട്ടോ. ശരിക്കും ഈ ഒരു യാത്രയിൽ നമ്മൾ വൃന്ദാവൻ ഗാർഡൻ കാണാനും മൈസൂര് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. ഈ ലൈറ്റപ്പിന്റെ കാര്യം നമ്മൾ ഐഡിയയിലില്ലായിരുന്നു. നമ്മൾ ആ സിറ്റിയിലേക്ക് കയറുമ്പോഴത്തേക്കാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയത്. ദൈവമേ, ഈ സിറ്റി മുഴുവൻ ലൈറ്റപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നോക്കിയ ഇട്ടേക്കുവാണ്. മരങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. കണ്ട നല്ല ഒരു എന്തായാലും നല്ലൊരു ആർട്ടിസ്റ്റാ ചെയ്തേക്കണത്. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ട്രിവാൻഡ്രത്തെ കണ്ടേക്കണേ. മീൻസ് നമ്മുടെ മറ്റേ മ്യൂസിയത്തിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ എന്നാലും എന്തെങ്കിലും ഫംഗ്ഷൻസോ എന്തെങ്കിലും ഇവന്റോ അങ്ങനെ ഉണ്ടാവുന്ന ഇതൊരു സമയത്ത് ചെറിയ ഏരിയയിലല്ലേ ചെറിയ ചെയ്തേക്കുന്നത്. ഏരിയയില്. പക്ഷെ ഇത് മൊത്തത്തിൽ ഒരുപാട് ചെയ്തേക്കാം. ഒരു ബൈക്കുകാരൻ കുറുകെ ചാടി ഭാഗ്യത്തിന് ബ്രേക്കൊക്കെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആ ഏരിയ നമ്മള് ആ ഏകദേശം ബിൽഡിംഗ് ഒക്കെ എല്ലാ ബിൽഡിംഗും ടൗൺ അതായത് മൈസൂർ ഫുൾ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ച ഫീല്. അതെ, നമ്മൾ ഓയോ റൂമിലൊക്കെ ഓയോ ആപ്പ് വഴി റൂമൊക്കെ ബുക്ക് ചെയ്ത് ആ വഴി നാവിഗേഷൻ വഴി എത്തുവാണ്. പക്ഷെ കണ്ടില്ലേ നമ്മൾ ഏകദേശം എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം ഒരേപോലെ കണ്ടല്ലേ. അപ്പൊ മൈസൂര് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി ഓഫ് ഫെസ്റ്റിവൽ ആണെന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എല്ലാം എവിടെ നോക്കിയാലും മരങ്ങളും സൈഡും റോഡും എല്ലാം സെറ്റ് ആയിട്ട് അവർ അലങ്കരിച്ചേക്കണം കേട്ടോ. നമ്മൾ ഇതിന് ശേഷം നെക്സ്റ്റ് ഡേ മൈസൂർ പാലസ് കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ. അന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. മൈസൂർ പാർക്ക് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളെ മൊബൈല് അത് ആരുടെ സ്റ്റാച്ചു? അത് മീൻസ് ആരുടെ ഇതാണിത്? ആരുടെയോ ഏതോ ഒരു നവരാത്രി ഓ, നവരാത്രിയുടെ ഒരു ദേവിയുടെ രൂപം ഉണ്ടാക്കി വെച്ചേക്കാം ലൈറ്റപ്പ് ചെയ്തിട്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ മൈസൂര് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ അഡീഷണൽ മൈസൂർ ഒന്നോടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ നമുക്കൊരു കുളിർമ വരില്ലേ? ഒരു മനസ്സിനൊരു കുളിർമ വരും ഈ സമയത്ത്. നോർമൽ മൈസൂർ കാണുന്നതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് കാണാൻ അതെ, പറ്റും. ഇത് സർപ്രൈസ് ആയിട്ട് കിട്ടിയ എലമെന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നോർമൽ ഡേയ്സിലെ പോയെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ മൈസൂർ എക്സ്പ്ലോർ ചെയ്യുന്നവര് തീർച്ചയായും ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിലേക്ക് പോകുവാണെങ്കിൽ വളരെ നന്നായിട്ട് ആസ്വദിക്കാം.